നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ക്ലാസ് 3 സുഗമ ഹിന്ദി 2024-25 ക്വസ്റ്റ്യൻ മോഡലും അതിനോടൊപ്പം തന്നെ 2025 സുഗമ എക്സാം ഗൈഡുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടികൾ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നന്നായി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗൈഡ്. അപ്പോൾ അടുത്ത മാസം എക്സാം വരുന്നത്. എക്സാം ഗൈഡ് കിട്ടാത്ത കുട്ടികൾ ഈ ഒരു ഗൈഡ് കോപ്പി എടുത്ത് പഠിക്കുക. അപ്പോൾ ആദ്യം ഗൈഡ് പരിചയപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ വരുന്നത്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഞാൻ പതുക്കെ വീഡിയോ പോകുന്നത്. അപ്പോൾ ഇതാണ് മോഡൽ. മൊത്തം ഒരു 6 പേജേ ഉള്ളൂ. 7 പേജാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട്. ക്വസ്റ്റ്യൻ മോഡൽ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗൈഡിൻ്റെ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓർഡർ തെറ്റിച്ച് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ മെത്തേഡെല്ലാം ഇങ്ങനെ തന്നെയാണ്. ആദ്യം വരുന്നത് പിക്ചർ തന്നിട്ട് എഴുതാനുള്ളത്. പിന്നെ വരുന്നത് മിസ്സിംഗ് ലെറ്ററാണ്. വർണ്ണങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ ചേർത്ത് എഴുതാനുള്ളത്. പിന്നെ വരുന്നത് അംഗ്രേസി ശബ്ദം എഴുതാനാണ്. ഹിന്ദി കൊടുത്തിട്ടുണ്ട്, അതിനെ ഇംഗ്ലീഷിലോട്ട് ആക്കുക. ശുദ്ധ വർത്തിനിയുണ്ട്. 2 തെറ്റാണ്, അതിൽ 1 കറക്റ്റ് ആയിരിക്കും. അത് ഏതാണെന്ന് കറക്റ്റ് നോക്കി എഴുതുക. പിന്നെ വരുന്നത് അനേക ശബ്ദമൊക്കെ ഏക ശബ്ദമാണ്. ഒറ്റപ്പദം എഴുതാനാണ്. അവിടെ ഒരു 4 കൊടുത്തിട്ടുണ്ട്. ആ 4-ൽ നിന്ന് എല്ലാത്തിൻ്റെയും ഒറ്റപ്പദം എഴുതുക. അടുത്ത റോമീറ്റർ 6 വരുന്നത് ബഹുവചനമാണ്. അവിടെ 4 കൊടുത്തിട്ടുണ്ട്. ആ 4-ൽ നിന്ന് 4 എഴുതണം. അതായത് പരീക്ഷയ്ക്ക് നമുക്ക് ടെസ്റ്റിലുള്ളത് എല്ലാം 10ഉം 12 വീതമാണ്. എല്ലാത്തിൽ നിന്നും 4 വീതമാണ് ചോദിക്കുന്നത്. അടുത്ത റോമീറ്റർ 7 വരുന്നത് സ്ത്രീലിംഗം എഴുതാനാണ്. 4 കൊടുത്തിട്ടുണ്ട്. ആ 4-ത്തിൻ്റെയും സ്ത്രീലിംഗം കൊടുക്കുക. ലിംഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 7-മത്തത് ഏകേക്ക് വാക്യമേ ഉത്തർ ലിഖിയേ. അവിടെ ഒരു 5 ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. പിന്നെ വരുന്നത് മഹീനോം കാ നാം 12 മഹീനോം 12 മാസങ്ങളുടെ പേര്. പിന്നെ അക്ഷരങ്ങൾ എഴുതുക. അതായത് 18, 24 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഹിന്ദിയിൽ എഴുതാനാണ്. പിന്നെ വരുന്നത് ഹിന്ദി കിസി ഏകക്കെ ബാരമേ 5 വാക്യം. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് 5 സെൻറ്റൻസ്. മോറ്, ദീപാവലി, സൂരജ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ച് എഴുതുക. ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് നോക്കി പഠിക്കുക. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് വായിക്കാം. അപ്പോൾ ഇതാണ് ഗൈഡിൽ വരുന്നത്. പേജ് നമ്പർ 2 ആണ് ഇപ്പോൾ വായിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ആദ്യത്തെ ഒരു 3 പേജ് വരെയുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. അപ്പോൾ ആദ്യം പിക്ചർ തന്നിരിക്കും. അപ്പോൾ അതിൻ്റെ ഹിന്ദി വാക്ക്. 1-മത്തത് ആം, ഐനക്, തബല, മച്ചലി. അടുത്ത് വരുന്നത് 5 സേബ്, പേട്, സൂരജ്, ചണ്ട, ഉല്ലു, ചത്തരി, അങ്കൂർ, മോർ. അപ്പോൾ മാങ്ങയ്ക്ക് എന്താ പറയുന്നത്? ആം. കണ്ണടയ്ക്ക് ഐനക്ക്, തബല. പിന്നെ വരുന്നത് മീനിന് മച്ചലി. ഓരോ നമ്പറിൻ്റെ താഴെ അവിടെ ഹിന്ദി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വായിച്ച് പഠിക്കുക. അതുപോലെ തന്നെ എഴുതുമ്പോൾ അക്ഷരമെല്ലാം കറക്റ്റായിട്ട് തന്നെ എഴുതണം. ചിഹ്നങ്ങളൊന്നും തെറ്റരുത്. ചിഹ്നങ്ങളൊക്കെ തെറ്റിപ്പോയാൽ മാർക്കൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ റാങ്കൊക്കെ ഫുൾ മാർക്കിനും കിട്ടും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ നിങ്ങളൊരു 3 തവണ എഴുതി പഠിക്കുകയാണെങ്കിൽ ഇതേ മോഡൽ തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കേണ്ടത് ഇപ്പം ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ അങ്ങനെ വരുന്ന രീതിയിൽ എഴുതുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ 5 മുതൽ ഒരു 10 വരെ. പിന്നെ ലാസ്റ്റ് വരുമ്പോൾ എല്ലാം ചേർത്തുള്ള അങ്ങനെ ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആമെന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. ഐനക്കെന്ന് വെച്ചാൽ സ്പെക്ടക്കിൾ കണ്ണട, തബലേന്, മച്ചലി ഫിഷ്, സേബ് ആപ്പിള്, പേട് ട്രീ, സൂരജ് സണ്ണ്, ചണ്ട ഫ്ലാഗ്, ഉല്ലു ഔള്, ചത്തേരി അംബ്രല്ല, അങ്കൂർ ഗ്രേപ്സ്, മോറ് മയിൽ. ഓക്കെ. അടുത്ത് നിമ്നലിഖിത ശബ്ദമൊക്കെ അംഗ്രേസി ശബ്ദം എഴുതാനാണ്. ഇവിടെ കുറച്ച് ഹിന്ദി വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാനാണ്. ഡാക്കിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ, ബതക്ക് ഡക്ക്, ചർണ വാട്ടർഫാള്, ഉബാവൻ ഗാർഡൻ, ബഹന് സിസ്റ്റർ, ഗാജർ എന്താണ്? ക്യാരറ്റ്, ഹാത്തി എന്ന് വെച്ചാൽ എലിഫൻറ്റ്, പുല്ലെന്ന് വെച്ചാൽ ബ്രിഡ്ജ്, ഇമലി എന്ന് വെച്ചാൽ ടാമറിൻ്റെ, ദേശ് കൺട്രി, അമരൂദ് ഗുവ, ലാസ്റ്റ് വരുന്നത് ഗേന്ദ് ബോൾ. ഓക്കെ. അപ്പോൾ വായിക്കാൻ മനസ്സിലായല്ലോ. ഡാക്കിയ, ബെദക്ക്, ചർണ, ഉബവൻ,
ബഹൻ, ഗാജർ, ഹാത്തി, ഫുൾ, ഇമലി, ദേശ്, അമരൂദ്, ഗേന്ദ്. അപ്പോൾ ആ ചിഹ്നങ്ങളെല്ലാം കറക്റ്റ് നോക്കി തന്നെ എഴുതുക കേട്ടോ. അടുത്ത റോമറ്റർ 3 ആണ് പറയുന്നത്. അതിൽ 2 തെറ്റും 1 കറക്റ്റുമാണ്. അപ്പോൾ നമുക്ക് കറക്റ്റുള്ള ആൻസർ വായിക്കാം. മോട്ട, അരിവാൾ ടായാണ്. മോ താ. പതങ്ക്, തായുടെ മുകളിൽ തന്നെ ചിഹ്നം കൊടുക്കുക. അടുത്ത് മിഠായി, മിഠായി എഴുതുമ്പോൾ മായുടെ വള്ളി ഇടതാണ്. മിഠായി, മിഠായി. ഹാത്തി, ഹാത്തി എഴുതുമ്പോൾ ഈ ഥാ മുഴുവൻ വരയ്ക്കില്ല. ഓബാവൻ, ലാക്ക്, ത്യോഹാർ, കൃപ, സഫേദ്, ഔരത്ത്. എന്നിട്ട് വായിക്കാം. മോട്ട, പതങ്ക്, മിഠായി, ഹാത്തി, ഉപവൻ, ലാഖ്, ത്യോഹാർ, കൃപ, സഫേദ്, ഔരത്ത്. അടുത്ത് റോമറ്റർ 4 വരുന്നതാണ്. വർണ്ണോं को उचित स्थान पर रखकर सही शब्द लिखिए. ഇപ്പോൾ ഇവിടെ വർണ്ണങ്ങൾ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. ഇപ്പോൾ ഡി ചിയ, ഇപ്പോൾ എന്ത് പറയും, ചിടിയ. അപ്പോൾ നമുക്ക് ഈ വാക്കുകൾ വായിച്ചു പോവാം. സമോസ, बैलगाड़ी, आकाश, तालाब, बालक, सैनिक, लोमड़ी, गायक, नहर, യമുന, ലഹർ. അപ്പോൾ ഹർ എന്നൊക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ലഹർ എന്ന് എഴുതുക. യൂമ, അപ്പം യമുന. അടുത്ത് നഹർ, നഹർ. ഗായക്, ഗായക്. ലോമടി, ലോമടി. സൈനിക്, സൈനിക്. തബല, തബല. അടുത്ത് താലാബ്, തബല താലാബ് എന്നാണ്. താലാബ്. ആകാശ്, ബൈൽഗാഡി, സമോസ, ചിടിയ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇതെല്ലാം എഴുതി പഠിക്കുക കേട്ടോ. അടുത്ത റോമറ്റർ 4 വരുന്നത് 4ാമത്തെ പേജിൽ 5ാമത്തെ റോമറ്ററാണ്. രേഖാങ്കിത ശബ്ദമൊക്കെ ബഹുവചൻ പ്രയോഗ കറക്കെ ഖാലി സ്ഥാൻ പരിയെ. ഇവിടെ ബഹുവചനം എഴുതാനാണ്. നാരി, നാരിയുടെ ബഹുവചനമാണ് നാരിയ. നാരി ഗാത്തി ഹേ, നാരിയ ഗാത്തി ഹൈ. കന്യാ പഠി രഹി ഹേ, കന്യായെ പഠി രഹി ഹൈ. നദി ബഹു രഹി ഹേ, നദിയ. അപ്പം നദിയുടെ ബഹുവചനമാണ് നദിയ. മാലയുടെ ബഹുവചനമാണ് മാലായെ. പ്യാലയുടെ ബഹുവചനമാണ് പ്യാലെ. പത്തയുടെ ബഹുവചനമാണ് പത്തേ. കുത്ത, കുത്തേ. ഖിലൗന, ഖിലൗനെ. ബച്ച, ബച്ചെ. മച്ചിലി, മച്ചലിയ. ഓക്കെ, അപ്പം നാരി ഗാത്തി ഹെ, സ്ത്രീ എന്ത് ചെയ്യുന്നു, പാടുന്നു. അടുത്തത് വന്നത് നാരിയ, സ്ത്രീകൾ, എല്ലാ പെണ്ണുങ്ങളും എന്ത് ചെയ്യുന്നു, പാട്ട് പാടുന്നു. കന്യ പഠി രഹി ഹെ, കന്യ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കന്യായെ പഠി രഹി ഹെ, കന്യകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നദി ബഹു രഹി ഹെ, നദി ഒഴുകുന്നു. നദിയാ ബഹു രഹി ഹെ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യഹ് മാല ഹെ, ഇത് മാലയാണ്. ഏ മാല, ഏ ഹൈ, ഇവ മാലകളാകുന്നു. യഹ് പ്യാല ഹെ, ഏ പ്യാലേ ഹെ. യഹ് പത്ത ഗിർ രഹാ ഹെ, ഇല എന്ത് ചെയ്യുന്നു, വീണുകൊണ്ടിരിക്കുന്നു. പത്തേ ഗിർ രഹേ ഹെ. കുത്ത ഫൗങ്ക് രഹാ ഹെ, പട്ടി കുരയ്ക്കുന്നു. കുത്തേ, അപ്പോൾ കുത്താടെ ബഹുവചനമാണ് കുത്തേ. യഹ് കിലോന ഹെ, കിലോനയുടെ ബഹുവചനമാണ് കിലൗനെ. ബച്ച, ബച്ചെ. അടുത്ത മച്ചലി, മച്ചലിയ. യഹ് മച്ചലി ഹെ, ഏ മച്ചലിയ ഹെ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 4 ക്വസ്റ്റ്യൻ വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ കാണാൻ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ വരകളൊന്നും തെറ്റാതെ നോക്കണം, അതായത് ദീർഘങ്ങളൊന്നും തെറ്റരുത്. എ ചിഹ്നവും ഈ ചിഹ്നമൊക്കെ ശ്രദ്ധിച്ച് എഴുതിയാൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കിലൗന എന്ന് പറയുമ്പോൾ കിലൗനെ, ലൗനെ. ബച്ചെ, മുകളിൽ എ മാത്രമേ ഉള്ളൂ. മച്ചിലിയ എന്ന് പറയുമ്പോൾ വള്ളി ഇടതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് എഴുതിയാലേ മാർക്ക് കിട്ടത്തുള്ളൂ. അടുത്ത് അനേക ശബ്ദമെങ്കിൽ ഏക്ക് ശബ്ദം ലിക്കുക. അപ്പോൾ കുറേശ്ശെ വീഡിയോ കേട്ട് പഠിക്കുക കേട്ടോ. കുറച്ച് കേട്ടാൽ ടീച്ചറിപ്പോൾ മൊത്തത്തിൽ അങ്ങ് വീഡിയോ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പോർഷനായിട്ട് അങ്ങ് പഠിച്ച് എഴുതുക. അടുത്ത് അനേക ശബ്ദമെങ്കിൽ ഏക്ക് ശബ്ദം, ഒറ്റപ്പദമാണ്. യാത്ര കർണേവാല, യാത്രേ, യാത്ര ചെയ്യുന്ന ആളിനെ പറയുന്നത് യാത്രേ. അപ്പോൾ ഇവിടെയും 10 കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 4 എക്സാമിന് ചോദിക്കുന്നത്. ജിസ്മേ ദയാഹോ, ദയാലു, ദയ ഉള്ളവൻ ദയാലു. ജോ ഡർത്ത നഹി ഹോ, ഭയമില്ലാത്തവൻ നിഡർ. ലേഖ് ലിഖ്നെ വാല, ലേഖനം എഴുതുന്ന ആളിനെ പറയുന്ന പേരാണ് ലേഖക്. ജോ കഫീന മരെ, അമർ, ഒരിക്കലും മരിക്കാത്തതാണ് അമർ. കപ്പടെ ധോനെ വാല, ധോബി, തുണി നനയ്ക്കുന്ന ആളാണ് ധോബി. പ്രതിദിൻ ഹോനെ വാല, ദൈനിക, എല്ലാ ദിവസവും നടക്കുന്ന പ്രവൃത്തിയാണ് ദൈനിക എന്ന് പറയുന്നത്. ജൽമേ രഹനെ വാല, ജലത്തിൽ കഴിയുന്നവരെ ജലചർ എന്ന് പറയും ജലചർ. അടുത്ത് അധിക ബോൾനെ വാല വാചാൽ, ഒരുപാട് സംസാരിക്കുന്ന ആളെ പറയുന്നത് വാചാൽ. ദേഖ്നെ വാല ദർശക്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ വാക്കാണ്. യാത്രി, ദയാലു, നിഡർ, ലേഖക്, അമർ, ധോബി,
दैनिक, जलचर, वाचाल, दर्शक. ओके. അടുത്ത് വരുന്നത് രേഖാങ്കിത ശബ്ദമൊക്കെ ലിംഗ് ബദർക്കർ ഖാലി സ്ഥാൻ ഫരിയെ. ഇതിൻ്റെ ലിംഗ് എഴുതാനാണ്. അപ്പം അധ്യാപകൻ്റെ ലിംഗാണ് അധ്യാപിക. അധ്യാപക് പഠാത്തെ ഹെ, അധ്യാപകൻ പഠിപ്പിക്കുന്നു. അധ്യാപിക പഠാത്തി ഹെ. ഛാത്ര കിതാബ് പഠിത്താ ഹെ, കുട്ടി ബുക്ക് വായിക്കുന്നു. അപ്പം ഛാത്രൻ്റെ സ്ത്രീലിംഗമാണ് ഛാത്ര. ഛാത്ര ഛാത്ര, ഇവിടെ ത്രാ കൊടുക്കുക. പുത്ര ഖേല് രഹാ ഹെ, പുത്ര കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുത്രിൻ്റെ സ്ത്രീലിംഗമാണ് പുത്രി. നൗക്കർ കാം കർത്താ ഹെ, നൗക്കറിൻ്റെ സ്ത്രീലിംഗമാണ് നൗക്കരാനി. ദാദ, ദാദയുടെ സ്ത്രീലിംഗമാണ് ദാദി. മാലിയുടെ സ്ത്രീലിംഗമാണ് മാലിൻ. മോർ മോർണി. പതി പത്നി. ഊണ്ട് ഊണ്ടിനി. ഊണ്ട് വെച്ചാൽ ഒട്ടകം. ഊണ്ട് ഊണ്ടിനി. ബന്ദർ ബന്ദരിയ. കണ്ട, ബന്ദരിയ ബന്ദരിയ. അതുകൊണ്ട് വായിക്കാം. അപ്പോൾ അധ്യാപകർ പഠിപ്പിക്കുന്നു, കുട്ടി പുസ്തകം വായിക്കുന്നു, മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, വേലക്കാരൻ ജോലി ചെയ്യുന്നു. ദാദാ ഗാവ് ജാരഹാഹെ, അഞ്ചാമത്തത് ദാദാ അപ്പൂപ്പൻ ഗ്രാമത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മാലി പൗതി സീഞ്ച് രഹാഹെ, തോട്ടക്കാരൻ പൗതെന്താ ചെടി, സീഞ്ച് നനയ്ക്കുക. അപ്പോൾ തോട്ടക്കാരൻ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നു. മോർ നാച്ചതാഹെ, മയിൽ എന്ത് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു. പതി സോ രഹാഹെ, ഭർത്താവ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പതിയുടെ സ്ത്രീലിംഗമാണ് പത്നി. ഊണ്ട് മരുസ്ഥലമേ രഹതാഹെ, ഊണ്ട് മരുസ്ഥലം മരുഭൂമിയിൽ താമസിക്കുന്നു. ഊണ്ടിൻ്റെയാണ് ഊണ്ടിനി. ബന്ദർ ബൈട്ടാഹെ, കുരങ്ങൻ ഇരിക്കുന്നു. അപ്പോൾ ബന്ദറിൻ്റെ സ്ത്രീലിംഗമാണ് ബന്ദരിയ. അപ്പോൾ ഇതും അതുപോലെ തന്നെ എഴുതി പഠിക്കുക കേട്ടോ. എല്ലാം എഴുതി പഠിക്കണം. ഇത് ഫുള്ള് നോട്ട് ബുക്കിലോട്ട് എഴുതിയിട്ട് നിങ്ങളൊരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ മോഡൽ എന്ത് ചെയ്യുക, തയ്യാറാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ടീച്ചർ ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ. അടുത്ത 8ാമത്തതാണ് ഏകേക്ക് വാക്യമേ ഉത്തർലിക്ക്, ഓരോരോ വാക്യത്തിൽ ഉത്തരം എഴുതുക. ഹമാര ദേശ് കാ നാം ക്യാ ഹെ, എന്താണ് നമ്മുടെ ദേശത്തിൻ്റെ പേര്. ഹമാര ദേശ് കാ നാം ഭാരത് ഹെ. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അവിടെ ഭാരത് മാത്രമേ ഉള്ളൂ. ക്യാ എന്നുള്ളത് ഭാരത് എഴുതുക. ബാക്കി എല്ലാം ക്വസ്റ്റ്യൻ നോക്കി അതേപോലെ എഴുതാം. അപ്പോൾ ഇതിലൊരു 10 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 4 പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഭാരത് മേ കിത്തനെ രാജ്യ ഹെ, ഭാരതത്തിൽ എത്ര രാജ്യമാണ് ഉള്ളത്. ഭാരത് മേ 28 രാജ്യ ഹെ, ഭാരതത്തിൽ എത്ര രാജ്യമുണ്ട്, 28 രാജ്യം. ഭാരത് കി രാജധാനി കോൺസി ഹെ, ഭാരതത്തിൻ്റെ തലസ്ഥാനം ദില്ലി. കേരള മേ കിത്തനെ ജില്ലേ ഹെ, കേരളത്തിൽ എത്ര ജില്ലയുണ്ട്. അപ്പോൾ കിത്തനെ എന്നുള്ളിടത്ത് 14, 14. താജ്മഹൽ കഹാ സ്ഥിതി ഹെ, താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹൽ ആഗ്രാമേ സ്ഥിതി ഹെ, താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദീപോം കാ ത്യോഹാർ കിസേ കഹത്തെ ഹെ, ദീപങ്ങളുടെ ഉത്സവമാണ് ഏത്, ദീപാവലി അല്ലേ. ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച ദീപാവലിയാണ് അല്ലേ. അപ്പോൾ ദീപാവലിക്കോ ദീപോം കാ ത്യോഹാർ കഹത്തെ ഹെ, അപ്പോൾ ദീപാവലിയാണ് ദീപങ്ങളുടെ ഉത്സവം എന്ന് പറയപ്പെടുന്നത്. കേരള കാ പ്രമുഖ ത്യോഹാർ കോൺസാ ഹെ, കേരളത്തിൻ്റെ പ്രധാന ഉത്സവം ഏതാണ്. ഓണം കേരള കാ പ്രമുഖ ത്യോഹാർ ഹെ, ഓണമാണ് കേരളത്തിലെ പ്രധാന ഉത്സവം. ഏക് സാൽ മേ കിത്തനെ മഹീനെ ഹെ, ഒരു വർഷം എത്ര മാസമാണ് ഉള്ളത്. 12, 12. ഹമാരെ സൗരമണ്ഡൽ മേ കിത്തനെ ഗ്രഹ ഹെ, നമ്മുടെ സൗരമണ്ഡലത്തിൽ എത്ര ഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ കിത്തനെ എന്നുള്ളിടത്ത് 8. ഭാരത് കാ രാഷ്ട്രീയ പേട് കോൺസാ ഹെ, നമ്മുടെ രാഷ്ട്രീയ മരം ഏതാണ്. ഭാരത് കാ രാഷ്ട്രീയ പേട് ബർഗദ്. ബർഗദ് എന്താണ്, ബനിയൻ ട്രീ. അടുത്ത ഏകദോത്തിന് എഴുതാനുള്ളതാണ്. ഇതിൽ 30 വരെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 2 ആയിരിക്കും ചോദിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 9, 10, 11, 12, 13, 14, 15, 16. എന്ന് പറയും 9, 10, 11, 12, 13, 14, 15, 16. 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ. അടുത്ത് വരുന്ന ഹഫ്തോം കെ നാമാണ്, ആഴ്ചയുടെ പേരാണ്. രവിവാർ, രവിവാർ. സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. എളുപ്പത്തിന് പഠിക്കുക, എളുപ്പം തന്നെ. രവി സോമം മംഗൾ, രവി സോമം മംഗൾ, അതിൻ്റെ കൂടെ വാർ ചേർക്കും. അടുത്ത് ബുധ ഗുരു ശുക്ര ശനി, ബുധ ഗുരു ശുക്ര ശനി. അപ്പോൾ രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ. പഠിച്ചല്ലോ. അടുത്ത് 12 മഹീനോങ്കെ നാമാണ്, 12 മാസങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറയാൻ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ,
ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എന്താ പറയാം? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ. അടുത്ത് വരുന്നത് 5 വാക്യം में लिखे. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാനാണ്. ഇവിടെ ഭാരത് കൊടുത്തിട്ടുണ്ട്, ആമ്, മേര പരിവാർ, ദീപാവലി. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 3 ചോദിക്കും. നിങ്ങൾ ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഏതെങ്കിലും 2 നന്നായിട്ട് പഠിച്ചു കേട്ടോ. ഇവിടെ ഭാരത് കൊടുത്തിട്ടുണ്ട്. ഭാരത് ഹമാരാ ദേശ് ഹേ. ഭാരത് എന്താണ്? നമ്മുടെ ദേശമാണ്. ഭാരത് കെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി ഹേ. ഭാരതത്തിലെ രാഷ്ട്രപിതാണ് നമ്മുടെ മഹാത്മാഗാന്ധി. യഹ് ബഹുത് സുന്ദർ ദേശ് ഹേ. നമ്മുടെ രാജ്യം വളരെ സുന്ദരമാണ്. ഹമാരി രാജഭാഷ ഹിന്ദി ഹേ. നമ്മുടെ രാജഭാഷയാണ് ഹിന്ദി. ഭാരത് മേ സബ് ലോഗ് ഏകതാ സേ രഹത്തെ ഹേ. ഭാരതത്തിലുള്ള എല്ലാ ആളുകളും വളരെ ഐക്യത്തോടെയാണ് കഴിയുന്നത്. അപ്പോൾ അതാണ് ഭാരതത്തെക്കുറിച്ച് എഴുതാനുള്ളത്. അപ്പോൾ എന്തൊക്കെ പറയാം? ഭാരത് ഹമാരാ ദേശ് ഹേ. ഭാരത് കെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി ഹേ. യഹ് ബഹുത് സുന്ദർ ദേശ് ഹേ. हमारी राजभाषा हिंदी है. ഭാരത് മേ സബ് ലോഗ് ഏകതാ സേ രഹത്തെ ഹേ. ഓക്കെ. അടുത്ത ആമാണ്, മാംഗോ. ആം ഫലോം കാ രാജാ ഹേ. മാങ്ങയാണ് പഴങ്ങളുടെ രാജാവ്. യഹ് ഭാരത് കാ രാഷ്ട്രീയ ഫൽ ഭി ഹേ. ഇത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പഴമാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഫൽ ക്യാ ഹേ? ആം ഹേ. യഹ് ഫൽ ഗർമി കെ മൗസം മേ ഉഗതാ ഹേ. ചൂട് കാലത്താണ് ഇതെന്ത് ചെയ്യുന്നത്? പഴുക്കുന്നത്. കച്ച ആം ഹര ഓർ കട്ട ഹോത്ത. ഏതാണ് കച്ച ആം? പച്ച മാങ്ങ, പച്ച കളറ്, നല്ല പുളിപ്പുമാണ്. പക്ക ആം പീല ഓർ സ്വാദിഷ്ട ഹോത്ത ഹേ. പക്ക എന്ന് വെച്ചാൽ പഴുത്ത മാങ്ങ. പീല ഓർ സ്വാദിഷ്ട ഹോത്ത. എന്താണ് പീല? നല്ല മഞ്ഞ കളറും പിന്നെ സ്വാദിഷ്ടവുമാണ്. അടുത്ത മേര പരിവാർ. മേര പരിവാർ ബഹുത്ത് ചോട്ടാ ഹേ. എൻ്റെ ഫാമിലി വളരെ കുഞ്ഞാണ്. മേരെ ഘർ മേ പിതാജി, മാതാജി ഓർ ഭായി ഹേ. എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിതാജി അച്ഛൻ, മാതാജി അമ്മ, ഓർ ഭായി സഹോദരൻ. ഹമാരെ പരിവാർ കെ സബ് ലോഗ് ബഹുത്ത് ഖുഷ് ഹേ. നമ്മുടെ ഫാമിലിയുള്ള എല്ലാ ആളുകളും വളരെ ഹാപ്പിയാണ്. മേ മാ ബാപ് കി മദത് കർത്താ ഹൂ. ഞാൻ അച്ഛനെയും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. മേ അച്ചി തര പഠിത്താ ഹൂ. ഞാൻ നന്നായിട്ട് പഠിക്കുന്നു. അടുത്ത ദീപാവലിയാണ്. ദീപാവലി ദീപോം കാ ത്യോഹാർ ഹേ. ദീപാവലിയാണ് ദീപങ്ങളുടെ ഉത്സവം. ദീപാവലി കോ ദീപാവലി ഭി കഹത്തെ ഹേ. ദീപാവലിയെ ദിവാലി എന്നും പറയപ്പെടുന്നു. യഹ് ഭാരത് കാ സബ്സെ ലോകപ്രിയ ത്യോഹാർ ഹേ. ഇത് ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു ഉത്സവമാണ്. ഇസ് ദിൻ ഘരോ മേ ദിയേ ജലാത്തെ ഹേ. ഈ ദിവസം വീടുകളിൽ വിളക്കൊക്കെ കത്തിക്കുന്നു. ദിവാലി ബുരായി പർ അച്ചായി കി ജീത്ത് കാ പ്രതീക് ഹേ. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രതീകമാണ് ദീപാവലി. അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. എല്ലാ മക്കളും നല്ല വൃത്തിയായിട്ട് എഴുതുക. അതിൽ കൊടുത്തിരിക്കുന്ന പോലെ എഴുതിയാൽ മതി. ജംഗൽ മേ ഏക് താലാബ് ഹേ. താലാബ് മേ മछलियाँ തैर रही है. तालाब के किनारे एक मेंढक बैठा है. वहाँ एक पेड़ है जिस पर एक तोता बैठा है. पेड़ के नीचे हरी हरी घास और कुछ फूलों के पौधे हैं. फूलों पर तितलियाँ बैठी है. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. മൊത്തം 7 പേജേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ക്വസ്റ്റ്യൻ മോഡൽ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യനിൽ 10 വീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ മോഡൽ ചെയ്യുക. അതായത് ആദ്യം ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് എഴുതുക. അതിനുശേഷം വീണ്ടും വരുന്ന അടുത്ത 5 ക്വസ്റ്റ്യൻ വെച്ച് ഇതേ രീതിയിൽ എഴുതുക. അങ്ങനെ നമ്മുടെ ടെസ്റ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ മൊത്തം 3 ക്വസ്റ്റ്യൻ റെഡിയാക്കുമ്പോഴേക്കും ടെസ്റ്റ് ഫുള്ള് നമ്മൾ പഠിച്ചു കഴിയും. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് വാങ്ങാൻ സാധിക്കും. ഈ വീഡിയോ ഒരുപാട് തവണ കേട്ട് പഠിക്കുക. അപ്പോൾ എല്ലാ മക്കൾക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസ് അറിയിക്കുക. അതുപോലെ തന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചറിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും ഈ ഒരു ഗൈഡാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും CBSE ICSE സ്കൂളുകളിൽ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ആർക്കെങ്കിലും 2 ദിവസം ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.